ഹലോ. ഹലോ. എവിടെയാ? വീട്ടില്. സുന്ദരിക്കുട്ടി വീട്ടിലിരിക്കുക? അതേലോ. എന്ത് പറ്റി? ഒന്നും പറ്റില്ല. കല്ലാക്കോയി. എന്താ മോളെ? എന്ത് പറ്റി? എനിക്കോ? ഭയങ്കര സന്തോഷത്തിലാലോ. എനക്കങ്ങനെ സന്തോഷമൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല. നിന്റെ സന്തോഷമല്ല എൻ്റെ സന്തോഷം. എന്താടോ? ഒന്നുമില്ല. നിങ്ങളെ സംസാരം കേട്ടപ്പോ ഒരു സന്തോഷത്തിലുള്ള പോലെ തോന്നി. ആണോ? എങ്കിൽ ഞാൻ ഇനി കരഞ്ഞോണ്ട് വിളിക്കാം. ആണോ? വേണ്ട വേണ്ട വേണ്ട. എപ്പോഴും ഇങ്ങനെ ഇരുന്നാ മതി. എപ്പോഴും ഒന്നും അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അതെന്താ? ഓരോ സമയത്തൊരു തലവേദനകളല്ലേ. അതെ. ഓയ്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്ത്? എൻ്റെ ബോറടിയൊക്കെ മാറിയാ? പിന്നെ എൻ്റെ ബോറടിയൊക്കെ മാറി. അതിനിപ്പോൾ എന്താ ചെയ്തേ? ഞാനേ ഒന്നും ചെയ്തില്ല, കിടന്നറിഞ്ഞു. അതെനിക്കറിയാം. 24 മണിക്കൂർ ഉറക്കമായിരിക്കും. പിന്നെ എനിക്ക് ബോറടിക്കൂലേ? അതല്ലോ അതാ. നിങ്ങളൊക്കെ നാട്ടിൽ ബോറടിക്കുമ്പോൾ കയറി കിടന്നുറങ്ങില്ലേ? എൻ്റെ നാട്ടുകാരൊക്കെ അറിയില്ല, എൻ്റെ കാര്യം എനിക്കറിയുള്ളൂ. ഓഹോ. നാട്ടുകാരും തിരക്കാറില്ല? നാട്ടുകാരെ കാര്യം തന്നെ ഞാൻ തിരക്കണേ. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ? അത് ശരിയാ. സ്വന്തം കാര്യം തിരക്കാൻ സമയമില്ലാത്ത ആൾക്കാർ ഇനി നാട്ടുകാരെ കാര്യം കൂടി തിരക്കാൻ പോയാൽ എന്താവും അവസ്ഥ അല്ലേ? അല്ല, നാട്ടുകാരെ കാര്യം അറിഞ്ഞിട്ടൊന്നും അവർക്ക് പാര വെക്കാനാ പോയിട്ട്. അതെന്റെ പണിയല്ല, എൻ്റെ പണിയല്ലേ. അതെ. ഓയ്. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ നിന്നെ ഇങ്ങനെ കാണാൻ തോന്നുന്നുണ്ട്. ആണോ? ശരിക്കും? ശരിക്കും തന്നെ? ആണടോ. എനിക്ക് തോന്നാറില്ലേ? എനിക്ക് ഇടയ്ക്കൊക്കെ. അതെങ്ങനെയാ? കുട്ടികളെ കൂടെ പോയിരുന്നിട്ട് അരിയും കൂട്ടാനും കളിക്കുന്ന എനിക്ക് എന്നെ ഓർക്ക എവിടെയാ സമയം? ഞാനൊന്നും പോവാറില്ല. എനക്കൊന്നും സ്നേഹമൊന്നുമില്ല. എനക്കെപ്പോഴും ഇങ്ങനെ അടി കൂട്ടണം, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണം. ഇത് തന്നെ ചിന്ത. ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്നുണ്ട് വാ വാ വാങ്ങിട്ട് വരണ്ട. പോയെ വിളിക്കുന്നവനക്ക് വിളിച്ചവൻ എങ്ങനെയാ വരിക? വിളിക്കുമ്പോൾ കുറച്ച് സ്നേഹത്തിലൊക്കെ വിളിക്കണ്ട. എൻ്റെ പൊന്നെ അക്ക ഇങ്ങോട്ട് അങ്ങനെയൊക്കെ ചോദിച്ചാലേ വരാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഒന്ന് ഞാൻ വിളിക്കട്ടെ. എൻ്റെ പൊന്നാര കുഴിഞ്ഞു വായോ. അയ്യോ, ഇത് കോഴിക്കുഞ്ഞായി. ഇങ്ങനെ വിളിച്ചാൽ പറ്റൂല, ശരിക്കും വിളിക്കണം. കാക്കോയ്. ഓ, ഇത് പറന്നു വരുന്നു. മേലോട്ട് നോക്കിയേ. ശരിക്കും വിളിക്കണോ? അത് മതി, അത് മതി. ഇനി വലുതായിട്ട് മൂപ്പിക്കാൻ നിൽക്കണ്ട. ഇനി ശരിയാവില്ല. ആയിക്കോട്ടെ. എൻ്റെ സ്വഭാവത്തിനാണ്. എൻ്റെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്ന് പറയുന്നത് എന്തേ? ഒന്നുമില്ല. ഇനി വരുന്ന കാര്യം നമുക്ക് പരിഗണിക്കാട്ടോ. എല്ലാം പരിഗണനയിലുണ്ട്. എനിക്ക് 2 തരണമെന്ന് ഒരു പരിഗണനയിലുണ്ട്. എനിക്കുണ്ട്. എന്ത്? നിങ്ങളെ കൊണ്ട് ഈ ലോകം മൊത്തം എന്നെ കറക്കിപ്പിക്കും. അത് വീടിന് ചുറ്റും കറങ്ങിയാൽ മതി, അപ്പൊ എല്ലാം കാണുന്നു. എന്തോ ആക്കോയി.